ബാക്കിയുള്ള കേരളത്തിലെ പോർട്ടുകളെ, കൊച്ചിൻ പോർട്ടിനെയും അതുപോലുള്ള ബാക്കിയുള്ള 18 മിനി പോർട്ടുകളെയും കണക്ട് ചെയ്ത് മുഴുവൻ കേരളത്തെയും ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്നുള്ള ഈ സർക്കാരിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള മിഷൻ സമുദ്രയ്ക്കും ഇന്ന് തുടക്കമായി. കൺസെഷൻ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ചുമതലകളുണ്ടായിരുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ ചുമതലകളായിരുന്നു റോഡ് കണക്ടിവിറ്റി, റെയിൽ കണക്ടിവിറ്റി. 10 വർഷം ആമ ഇഴയുന്ന വേഗത പോലും അതിനുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ കയറ്റുമതി ഇറക്കുമതി സംരംഭങ്ങൾ തുടങ്ങുന്നതൊരു വലിയ മാറ്റമാണ് കേരളത്തിലുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഈ റോഡ് കണക്ടിവിറ്റിയും റെയിൽ കണക്ടിവിറ്റിയും ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ കയറ്റുമതി ഇറക്കുമതി ആരംഭിക്കുന്നതിൻ്റെ 100 ഇരട്ടി ഗുണം നമുക്ക് കിട്ടുമായിരുന്നു. ഞങ്ങൾ വന്ന ഉടനെ ഞങ്ങൾ തീരുമാനിച്ചെന്താ, റിംഗ് റോഡിന് വേണ്ടിയിട്ടുള്ള 12,000 കോടി രൂപയുടെ പ്രോജക്റ്റ് ലാൻഡ് അക്വിസിഷന് കേരളം കൊടുക്കണമെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞത് 1,600 കോടി കൊടുക്കണമെന്നാണ്. അത് കൊടുക്കാതെ വെച്ച് ഇപ്പോൾ ലാൻഡ് അക്വിസിഷന് 3,200 കോടിയായി. ഈ ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ തീരുമാനിച്ചു 3,200 കോടി കൊടുക്കാൻ. കാരണം എന്തായാലും റോഡ് കണക്ടിവിറ്റി വേണം. അത് വളരെ വേഗത്തിൽ, കേരളത്തിൽ ഇതുവരെ നടക്കാത്ത വേഗത്തിൽ ആ ലാൻഡ് അക്വിസിഷൻ നടക്കും. അത് ഞങ്ങൾ റെയിൽവേ മിനിസ്ട്രിയായിട്ട് സംസാരിച്ചു. ഇത്രയും ദിവസത്തിനിടയിൽ ഞങ്ങൾ പോർട്ട് മിനിസ്ട്രിയായിട്ട് സംസാരിച്ചു ഡൽഹിയിൽ. ഞങ്ങൾ സർഫസ് ട്രാൻസ്പോർട്ട് മിനിസ്ട്രിയായിട്ട് സംസാരിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ ഒരു ടൈം ഫ്രെയിം പ്രഖ്യാപിച്ച് ആ ടൈം ഫ്രെയിമിന് ഉള്ളിൽ ഇതെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇപ്പം നിങ്ങൾക്കറിയാം, കേരളത്തിൽ നിന്നുള്ള നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ, നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ, ഇതെല്ലാം പകുതി ചെലവിലും പകുതി സമയത്തും കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യാൻ പറ്റാവുന്ന ഒരു സാഹചര്യമാണ് നമുക്കിന്ന് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതൊരു ഗേറ്റ് വേ ആണ്, ഇൻ്റർനാഷണൽ റൂട്ടിലാണ്.